ലാസ്റ്റ് വീക്കിലെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത സ്വിംഗ് പിക്കുകളാണ് ഐനോക്സ് ഗ്രീൻ. ഐനോക്സ് ഗ്രീൻ നമുക്ക് രണ്ടാമത്തെ ടാർഗറ്റും ഹിറ്റ് ചെയ്തു ലാസ്റ്റ് തേഴ്സ്ഡേയിൽ. 175 ആയിരുന്നു ടാർഗറ്റ് ടു. സോ റീസെന്റ് ഇത് ഹൈ പോയിരിക്കുന്നത് 194 വരെ ഹൈ പോയിട്ടുണ്ട്. സോ സജസ്റ്റഡ് പ്രൈസ് ഇതായിരുന്നു 158 എന്നാണ് ഈ ഒരു സ്റ്റോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്, നമ്മൾ സ്പോട്ട് ചെയ്തത് ഐനോക്സ് ഗ്രീൻ ലിമിറ്റഡ്. ഹൈടെക് പൈപ്സിൽ സജസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. 2 ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുണ്ട് സെയിം ഇൻട്രാ ഡേയിൽ തന്നെ. സോ ഈ ഒരു ക്യാൻഡിലായിരുന്നു സജസ്റ്റ് ചെയ്തത്. 109 ആയിരുന്നു നമ്മുടെ എൻട്രി ലെവൽ. സോ 109 ബൈങ് പ്രൈസ് ആയിരുന്നു. സോ റീസെന്റ് ഹൈ ക്രിയേറ്റ് ചെയ്ത് 123 വരെയാണ് നമ്മുടെ 2 ടാർഗറ്റും ഹൈടെക് പൈപ്സിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ഡീകാലാണ്. സോ ഡീകാലിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ടാർഗറ്റ് ആയിരുന്നു പറഞ്ഞത് ഡീകാലിന്റെ എൻട്രി ലെവൽ 280 ലെവലിലായിരുന്നു. സോ ഡീകാൽ നോക്കുകയാണെങ്കിൽ പെർസെന്റേജ് ഗെയിൻ മോർ ദാൻ 6% അച്ചീവ് ചെയ്തിട്ടുണ്ട് ഡീകാൽ ലിമിറ്റഡിൽ. സോ ലാസ്റ്റ് വീക്കിലെ സെക്ടർ പെർഫോമൻസ് നോക്കാം. ലാസ്റ്റ് വീക്കിലെ ലീഡിംഗ് സെക്ടർ 7 ഡേയ്സിന്റെ സെക്ടർ ഡേറ്റ നോക്കുകയാണെങ്കിൽ PSU ബാങ്ക് ലീഡിംഗ് സെക്ടർ ആണ്. സെക്കൻഡ് വൺ ഈസ് റിയൽ എസ്റ്റേറ്റ്, തേർഡ് വൺ ഈസ് എനർജി. സോ ഈ 3 സെക്ടറും സ്ട്രോങ് പെർഫോമർ ആണ് ലാസ്റ്റ് വീക്കിലെ. പ്രൈസ് ആക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നിങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. മാസ്റ്റർ ഇൻ ടെക്നിക്കൽ അനാലിസിസ്, പ്യുവർ പ്രൈസ് ആക്ഷൻ ബേസ്. സോ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ്. ബോട്ടം ഫിഷിംഗ് എങ്ങനെ ചെയ്യാം, അതേപോലെ പവർ ഓഫ് പാറ്റേൺ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി, മൾട്ടി ബാഗർ സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ്, 52 വീക്ക് സ്പെഷ്യൽ സ്ട്രാറ്റജി, OHL PRB ഇൻട്രാഡേ സ്ട്രാറ്റജി വിത്ത് സ്പെഷ്യൽ സ്ക്രീനർ. ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീനേഴ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് കവർ ചെയ്യുന്നുണ്ട് വിത്ത് മൈ സ്പെഷ്യൽ സ്ക്രീനർ. ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും. സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും 3 മന്ത്സിലേക്ക് ആഫ്റ്റർ ജോയിനിങ് ദിസ് കോഴ്സ്. സോ മണി മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, ട്രേഡിംഗ് മൈൻഡ് സെറ്റ്, സോ ഇതെല്ലാം ഈ ഒരു കോഴ്സിന്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. സോ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ട്രേഡിംഗ് പ്രോഗ്രാം ആണിത്. നാളത്തേക്കുള്ള സ്വിംഗ് പിക്കിന്റെ ഓർവ്യൂ നോക്കാം. സോ ഈ ഒരു കമ്പനിയുടെ റവന്യൂ ഇൻക്രീസ് ആവുന്നുണ്ട് എവറി ക്വാർട്ടർ ഫോർ ദ പാസ്റ്റ് 4 quarters. കണ്ടിന്യൂസ് ആയിട്ട് 4 ക്വാർട്ടറിലും കമ്പനിയുടെ റവന്യൂ ഇൻക്രീസ് ആവുന്നുണ്ട്. ആനുവൽ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. BV ഇൻക്രീസ് ആവുന്നുണ്ട്. 0 പ്രൊമോട്ടർ പ്ലഡ്ജ് ഉള്ള ഒരു സ്റ്റോക്ക് ആണിത്. പ്രൊവിഷന്റെ റീസെന്റ് റിസൾട്ട് പ്രൊവിഷൻസ് ഡിക്രീസ് ആയിട്ടുണ്ട്. RSI ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് സ്ട്രെങ്ത്. ടോപ്പ് ഗെയിനേഴ്സ് വോളിയം ഷോക്കറിലും അപ്പിയർ ചെയ്ത സ്റ്റോക്കും കൂടിയാണ്. സ്റ്റോക്കിന്റെ പേര് ഹഡ്കോ ആണ്, ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. സോ കറന്റ് മാർക്കറ്റ് പ്രൈസ് 229 ആണ്. ഹൈ വോളിയം ആയിരുന്നു റീസെന്റ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ. DVM സ്കോർ നോക്കാം. DVM സ്കോർ നോക്കുകയാണെങ്കിൽ മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. വാല്യുവേഷൻ ഒരു മീഡിയം സ്കോർ ആണ്. മൊമെന്റം എബോവ് ആവറേജ് ആണ്. 50 ആണ് ഇതിന്റെ ആവറേജ് സ്കോർ. സോ എബോവ് ആവറേജ് ആണ് ഇതിന്റെ മൊമെന്റം. സോ ഹഡ്കോ ഡെയിലി ചാർട്ട്. സ്ട്രോങ് കാൻഡിൽ ഫോർമേഷൻ ആണ് ഹഡ്കോയിൽ. സോ കറന്റ് ക്ലോസിംഗ് പ്രൈസ് 229. സോ കറന്റ് ക്ലോസിംഗ് പ്രൈസിൽ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കാണ് കറന്റ് മാർക്കറ്റ് പ്രൈസിൽ തന്നെ. സിംഗിൾ ടാർഗറ്റ് ആണ് ഇതിൽ 243 ആയിരിക്കും ടാർഗറ്റ്. SL മെയിൻറ്റെയിൻ ചെയ്യുന്നത് 219 ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഡെയിലി ക്യാൻഡിലിന്റെ ക്ലോസിംഗ് ബേസിസിലാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത്. സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഹഡ്കോ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ട്രേഡിംഗ് ഡിസിഷൻ എടുക്കാം. നാളത്തെ ഇൻട്രാഡേ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രാഡേ പിക്സിൽ ആദ്യം മിൻഡാകോർപ്പ്. സോ മിൻഡാകോർപ്പിൽ ഒരു സ്ട്രോങ് കാൻഡിൽ ഫോർമേഷൻ ആയിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ. സോ ക്ലിയർലി ഈ ഒരു ഡേ മുതൽ, സോ 11 സെപ്റ്റംബർ മുതൽ ഒരു അപ് ട്രെൻഡ് തന്നെയാണ്. റിവേഴ്സൽ സ്ട്രക്ചർ ആണ് മിൻഡാകോർപ്പിൽ ഉണ്ടായിരിക്കുന്നത്. 550 ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. 550 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 പോയിന്റ്സിന്റെ ടാർഗറ്റ്. സ്റ്റാർട്ടിംഗ് 542 ആയിരിക്കും. 542 ലെവൽ ബ്രേക്ക് ആയാലും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 5 പോയിന്റിന്റെ ടാർഗറ്റ് ആണ് മിൻഡാകോർപ്പിൽ. നെക്സ്റ്റ് വൺ ഈസ് ആസ്റ്റർ DM ഹെൽത്ത് കെയർ. ആസ്റ്റർ DMന്റെ ലെവൽ 655.2 ആയിരിക്കും. 655.2 ബ്രേക്ക് ചെയ്താൽ ഒരു ബൈങ് എൻട്രി. 6 പോയിന്റ്സ്, 6 പോയിന്റ് ടാർഗറ്റ്. സോ ആസ്റ്റർ DM നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടുണ്ട്. ഫോളിംഗ് ട്രെൻഡ് ലൈനിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു ആസ്റ്റർ DMന്റെ. 640 ലെവലാണ് ഷോർട്ടിംഗ് ലെവൽ. ഇൻ കേസ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഒരു സെൽ ഓഫ് ഉണ്ടാവുകയാണെങ്കിൽ 640 ഇതിന്റെ ഷോർട്ട് സെൽ ലെവൽ ആയിരിക്കും. 6 പോയിന്റിന്റെ ടാർഗറ്റ് ആസ്റ്റർ DM. നെക്സ്റ്റ് വൺ ഈസ് ടാറ്റ ടെക്നോളജീസ്.
ടാറ്റ ടെക് ഒരു അസെൻഡിങ് ഫോർമേഷനിലാണ് മൂവ് ചെയ്യുന്നത്. 726.2 ആയിരിക്കും ബ്രേക്ക് ഔട്ട് ലെവൽ. 726.2 ബ്രേക്ക് ചെയ്താൽ 7 ടാർഗറ്റ്. ഷോർട്ടിംഗ് 719 ലെവൽ ആയിരിക്കും. 719 ലെവൽ ബ്രേക്ക് ചെയ്താൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ടാറ്റ ടെക്കില്. നെക്സ്റ്റ് വൺ ഈസ് Titagarh. Titagarh Rail Systems Limited. Titagarhൽ 960.2 ബ്രേക്ക് ഔട്ട് ലെവൽ ആയിട്ട് വാച്ച് ചെയ്യാം. 960.2 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യേണ്ടത് 9 പോയിന്റ്സ്, 9 പോയിന്റിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് 949 ലെവൽ ആയിരിക്കും. 949 ബ്രേക്ക് ആയാൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും Titagarhൽ. ഇൻട്രാഡേ പിക്സിൽ ലാസ്റ്റ് വൺ ഭാരത് ഫോർജ് ആണ്. ഭാരത് ഫോർജ് ലിമിറ്റഡ്. ഭാരത് ഫോർജിൽ 1280 ബ്രേക്ക് ചെയ്താൽ ഒരു ബൈയിങ് എൻട്രി. 10 പോയിന്റ്സ്, 10 പോയിന്റ് ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 1260 ആണ്. 1260 ബ്രേക്ക് ആയാൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഭാരത് ഫോർജ് ലിമിറ്റഡ്. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ.